കടലിൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വറുതിയിൽ. വലിയ പ്രതീക്ഷയോടെ കടലിൽ പോകുന്ന വള്ളങ്ങളിൽ പലതും നിരാശയോടെയാണ് മടങ്ങിയെത്തുന്നത്. ദുരിതം പേറുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമായി സർക്കാർ അടിയന്തര സഹായധനം അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രധാന മത്സ്യബന്ധന മേഖലയായ ചാവക്കാട് തീരത്ത് ഒട്ടേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം ദുരിതത്തിലായത്. തീരത്തുനിന്ന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മടങ്ങിയെത്തുന്നത് നിരാശയോടെ. മീൻപിടിക്കാൻ പോകുന്നവർക്ക് ചെലവ് കാശ് പോലും കിട്ടുന്നില്ല. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മത്സ്യത്തൊഴിലാളി കെ ഷാഹുൽ ഹമീദ് പറയുന്നു. വരുന്നത് ചെറിയ മീനുകളാണ്. ഈ നിയമവിരുദ്ധമായി അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അതിനും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം പകുതിയിലധികം തൊഴിലാളികളും കടലിൽ പോകുന്നില്ല. വിദേശ ട്രോളറുകൾ ആഴക്കടലിൽ നടത്തുന്ന മത്സ്യബന്ധനം മൂലം ചെറുവള്ളങ്ങൾക്ക് മീനുകൾ ലഭിക്കാറില്ലെന്ന് തൊഴിലാളിയായ MU കബീർ. മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഒഴിവാക്കി വിട്ട് അന്യരാജ്യക്കാരാണ് ഇവിടെ മത്സ്യം വന്ന് പിടിക്കുന്നത്. ഫുൾ ടൈം പണിയിലാണ് ഇവരൊക്കെ, ഫുൾ ടൈം പണിയാണ്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടെ കടം വാങ്ങി മറ്റും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇപ്പോൾ ദുരിതമയമാണ്. സർക്കാർ അടിയന്തരമായി സഹായധനം അനുവദിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. 24 തൃശൂർ.